തോൽപ്പിച്ചു, സത്യം, സംശയമില്ല. പക്ഷേ അവന്റെ ശത്രുക്കളെ പാതപീഠമാകുവോളം അവൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്ന് വാക്കിയില്ലേ? ഉണ്ട്. അപ്പൊ ആ തോൽവി നടപ്പിൽ വരാൻ അല്പസമയം കൂടി എടുത്തു. പിശാചിന്റെ പരാജയം നടപ്പിൽ വന്ന വസ്തുക്കൾ കണ്ടുകെട്ടി എടുക്കാൻ ഇച്ചിരി ടൈമുണ്ട്. അത് പൂർണ്ണമായി നടക്കുന്നത് 1000 ആണ്ട് വായിച്ചില്ല, അല്ലെങ്കിൽ ഭാവിയില്ല. അപ്പൊ ആ ടൈമാണിത്. ആ ടൈമാണ് ഔദ്യോഗികമായി അവൻ തോറ്റു. പക്ഷെ വർഷങ്ങളായി അവൻ കസ്റ്റഡിയിൽ വെച്ചതെല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു പ്രക്രിയ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സാത്താന്റെ തോൽവിയെ ആധികാരികമായി വെളിപ്പെടുത്തുന്ന വാക്യങ്ങൾ ആദ്യം പഠിക്കണം. ആദ്യം അത് പഠിക്കണം. സാത്താന്റെ ശക്തിയെക്കുറിച്ചുള്ള വാക്യങ്ങൾ ആദ്യം പഠിക്കരുത്. സാത്താന്റെ തോൽവിയെക്കുറിച്ചുള്ള വാക്യങ്ങൾ ആദ്യം പഠിക്കണം. സാത്താന്റെ തോൽവിയെക്കുറിച്ചുള്ള വാക്യങ്ങൾ ആദ്യം പഠിക്കണം. സാത്താന്റെ ശക്തിയെക്കുറിച്ചുള്ള വാക്യങ്ങൾ എഴുതിക്കോ. രണ്ടാമത്തെ കാര്യം അവന്റെ ശക്തി. ഇയ്യോബ് 1:12. ദൈവദൂതന്മാര് ദൈവസന്നിധി നിൽക്കുന്ന കൂട്ടത്തിൽ പോയി നിന്ന് വർത്താനം പറയാനുള്ള പവർ അവനുണ്ട്, നമുക്കില്ല. അങ്ങനെ വായിച്ചിട്ടില്ലേ? സാത്താന് 1:1. ഓക്കെ. 2 ലൂക്കോസ് 4:6. ഈ കാണുന്നതെല്ലാം എനിക്കുള്ളതാ, നിനക്ക് തരാം എന്ന് യേശുവിനോട് പറയാനുള്ള പവർ അവനുണ്ട്. ശരിയല്ലേ? എന്നെ ഗഡ്സ് അല്ലേ? കർത്താവിന് മുമ്പിൽ പോയിരുന്നിട്ട് അങ്ങനെ പറയണമെങ്കിൽ എന്നാ മനകെട്ടിയ അവന്റെ മുമ്പിൽ നമ്മളെങ്ങനെ നീക്കി കർത്താവിന്റെ കൃപയില്ലാതെ? സ്വത്രം. 3 അപ്പോസ്തല പ്രവൃത്തി 26:18 മാത്രം ഒന്ന് വായിച്ചേരെ. അത്ര പരിചയമില്ലാത്ത വാക്യായതുകൊണ്ട്. പെട്ടെന്ന് 26:18. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും. രക്ഷിക്കപ്പെടാത്തവർ സാത്താന്റെ അധികാരത്തിലാണ്. അപ്പൊ അവന്റെ പവറാണ്. ഇനി നമുക്കറിയാം 2 കൊരിന്ത്യർ 4:3-4. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നു, അവന്റെ പവറാണ്. അപ്പൊ മനുഷ്യന്റെ കണ്ണ് കുരുടാക്കാൻ, അഥവാ കണ്ണ് കെട്ടാൻ, അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ. കണ്ണ് കുരുടാക്കുക എന്നുള്ളതിനേക്കാൾ ശരി തർജ്ജിമ കാര്യങ്ങളെ വികലമായി കാണാൻ പ്രേരിപ്പിക്കുക. ഈ സാധനത്തെ മറ്റൊരു നിലയെ കാണിക്കുക. കള്ളിനെ സീതാപാനിയുമായിട്ട് ഇതിനെ ഫീൽ ചെയ്യിപ്പിക്കുക. കുപ്പിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഇത് കുടിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. പക്ഷെ ഇത് നല്ലതാണെന്ന് ഇവനെ തോന്നിപ്പിച്ചതാരാ? പിശാച്. അതാ കണ്ണു കെട്ടുക എന്ന് പറഞ്ഞാൽ ചുമ്മാ മൂടി കെട്ടുകയല്ല, വികലമാക്കുക, കാഴ്ചപ്പാടിനെ വികലമാക്കുക. അതിനവന് കഴിയും. സ്തോത്രം. അടുത്തത് 5ാമത്തെ കാര്യം, എഫേസ്യർ 6:12. നമുക്ക് പോരാട്ടമുള്ളത്. അപ്പൊ നമുക്ക് പോരാട്ടം അവനോടുണ്ടെങ്കിൽ അവന് പവറുണ്ട്. ഇങ്ങനെ അവന്റെ ശക്തിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. കാൽവരിയിൽ തോൽപ്പിച്ചെന്നുള്ള കാര്യം ശരിയാണെങ്കിലും ഇതും കൂടെ നമ്മൾ അറിയാനല്ലേ എഴുതി വെച്ചത്. അപ്പൊ ഉണ്ട്. ഇനി അവന്റെ വേലകൾ, അല്ലെങ്കിൽ അവന്റെ പണികൾ, അവന്റെ വർക്ക്, അത് നമ്മൾ ഇനി ഒന്ന് കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടാൻ പോണം. ഉൽപ്പത്തി 3:5. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നു പിശാച്. വേണ്ട, സമയം പോകും. ഉൽപ്പത്തി 3:5 എന്നാ പറഞ്ഞു? നീ ഇത് തിന്ന ദൈവത്തെ പോലെ ആകും. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഏത് മനുഷ്യനെയും സമ്മതിപ്പിച്ചു കളയും. 2 അനുസരണക്കേടിന് മനുഷ്യനെ പ്രേരിപ്പിക്കും. ഉൽപ്പത്തി 3 തന്നെ. 3 അപവാദം പറയും. ദൈവമക്കളെ കുറിച്ച് സദാ അപവാദം പറയും. ഇയ്യോബ് 1:9-10-11. 4 രോഗം വരുത്തും. ഇയ്യോബ് 2:7. ഇതെല്ലാം വചനമാണ്, ഒന്നും കൂട്ടുന്നില്ല. സമയം ലാഭിക്കാനാണ് നമ്പർ മാത്രം പറഞ്ഞു പോണത്. സഖരിയാവ് 3:1 വിശുദ്ധന്മാരോട് എതിർത്തു നിൽക്കുന്നു. ശക്തിയേറിയ ശുശ്രൂഷകന്മാരോട് പോലും എതിർത്തു നിൽക്കുന്നു. വസ്ത്രത്തിൽ കറവറ്റിയെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നു. മത്തായി 4:1. അടുത്തത് യേശുവിനെ പോലും പരീക്ഷിക്കുന്നു.
7 ഹൃദയത്തിൽ വീണ വചനം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. മത്തായി 13:9. 8 വചനം മോഷ്ടിച്ചിട്ട് അതിന് പകരം കള വിതയ്ക്കുന്നു. 13:38. ഭോഷ്ക് പറയുന്നു. യോഹന്നാൻ 8:44. 10 വിഴുങ്ങാൻ ഭാവിക്കുന്നു. 1 പത്രോസ് 5:8. 11 വെളിച്ചത്തൂന്നിന്റെ വേഷം ധരിക്കുന്നു. 2 കൊരിന്ത്യർ 11:14. തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഒരുപാടുണ്ട്. പിശാചിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റും. തൊള്ളയായ വാഗ്ദാനങ്ങൾ തന്ന മനുഷ്യനെ പ്രലോഭിപ്പിക്കും. ആ ജോലി ഇപ്പൊ പ്രോസ്പെരിറ്റിക്കാരിലൂടെ പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരിയുന്നുണ്ടോ ഞാൻ പറയുന്നത്? പൊള്ളയായ വാഗ്ദാനങ്ങൾ പറഞ്ഞ ആളുകളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പ്രോസ്പെരിറ്റിക്കാരെ ഇപ്പൊ രംഗത്തിറക്കിയിരിക്കുക. യേശുവിൽ വിശ്വസിച്ചാൽ അത് കിട്ടും, ഇത് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, എല്ലാം ഇട്ടിച്ച് ആടിച്ച് വല്ലാണ്ടാക്കുക. വീട് കിട്ടുമെന്ന് പറഞ്ഞാൽ കൈ കൊട്ടാത്ത ആരാ ഉള്ളത്? കാർ കിട്ടുമെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം കൈ കൊട്ടാവും. ലോൺ എടുത്ത് അടയ്ക്കണ്ടേ? കൈ കൊട്ടിയാൽ കിട്ടുമെങ്കിൽ നല്ലതല്ലേ? അപ്പോ പൊള്ളയായ വാഗ്ദാനങ്ങൾ ആത്മീയതയുടെ വേഷത്തിൽ അവതരിപ്പിക്കുന്നത് സാത്താന്റെ പഴയ പരിപാടിയാണ്. ഇന്ന് വേറെ കൂട്ടർ ചെയ്യുന്നതേ ഉള്ളൂ. സ്തോത്രം. പിന്നെ അനുസരണക്കേടായിട്ട് എപ്പോഴും പ്രേരിപ്പിക്കുക. ചെയ്യരുതാത്ത കാര്യം ചെയ്യണം, പറയരുതാത്തത് പറയാനായിട്ട് ഇങ്ങനെ ഒരു പ്രേരണയാണ് ഇല്ലേ? ഇങ്ങനെ പ്രേരിപ്പിച്ചോണ്ടിരിക്കുക. അതൊരിക്കലും പരിചിതാത്മാവല്ലെന്നുള്ള ഉറപ്പാണ്. എപ്പോഴും നമുക്കറിയാം അത് പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ പ്രേരിപ്പിച്ചോണ്ടിരിക്കുക. പിശാച് എപ്പോഴും അനുസരണക്കേടിനായിട്ട് പ്രേരിപ്പിക്കുക. അപവാദം പറയൽ, അതൊക്കെ ഒന്ന് നകത്ത് കയറിയാൽ നല്ലതാട്ടോ. അപവാദം പറയലിന്റെ ഏജന്റ് പിശാചാണെന്ന് അറിഞ്ഞാൽ പിന്നെ അപവാദം പറയാനും കേൾക്കാനും നമുക്കൊരു പേടി വരും. ശരിയാണോ? എന്താ ഈ അപവാദം എന്ന് പറഞ്ഞ? അപവാദം എന്ന് പറഞ്ഞ ഇപ്പൊ ഡെന്നി പാസ്റ്ററെ കുറിച്ച് മറ്റേ അനിൽ വന്നിട്ട് എന്നോടൊരു കാര്യം പറയുക. ആണോ? സന്തോഷം. ഇത് പിന്നെ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോ പറയാൻ ഉത്സാഹമാവും. തൽക്കാലം അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ട് അന്വേഷിക്കണം, അത് നേരാണോ? നേരിട്ട് ചോദിച്ച് തിരുത്തണം. ഇതിങ്ങനെ പറഞ്ഞ് അപവാദം. ഇത് പിശാചിന്റെ ജോലിയാണ്. ആ പരിപാടി ഏതായാലും വിജയിച്ചിട്ടുണ്ടോ? സ്ഥാനപ്പെട്ടെങ്കിലും അത് നിന്നിട്ടില്ല. സ്വത്രം. അപവാദം പറയാൻ പിശാച് ആളുകളെ കയ്യിലെടുക്കും, രോഗം വരുത്തും. സത്യമായിട്ടും യോബിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. കൂലിയായ സ്ത്രീയോട് ഡോക്ടർമാരെ നോക്കിയാൽ പറയും ഡിസ്ക് കംപ്ലൈന്റ് ആണ്. ബെൽറ്റ് ഇട്ട് 6 മാസം കിടക്കണം, വെയിറ്റ് ഇട്ട് 12 മാസം കിടക്കണം. യേശു പറഞ്ഞത് പിശാചാണത്. അവളെ ബാധിച്ചിരിക്കുന്ന ഒരു പിശാചാണ്. യേശു പറഞ്ഞപ്പോൾ അത് വിട്ടുപോയി. അവൾ തല ഉയർത്തി നിന്നു. എനിക്ക് ആ ഭാഗം വായിച്ചത് ഭയങ്കര അത്ഭുതം തോന്നി. കർത്താവ് ആലയത്തിൽ വന്നാൽ കാര്യം വെളിപ്പെടും. അത് ബന്ധനമാണോ, അത് രോഗമാണോ എന്ന് വെളിപ്പെടണമെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടു വരണം. അതിനാണ് പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്നത്. പലപ്പോഴും മരുന്ന് കഴിച്ചിട്ടും മാറാത്ത, സ്കാൻ ചെയ്തിട്ട് പിടികിട്ടാത്തത് ദൈവവചനത്തിന്റെ മുൻപിൽ കെട്ടഴിഞ്ഞു പോകുന്നത് പോലെ സൗഖ്യം പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നും പലതും സംഭവിക്കും. ഇങ്ങനെ പിശാച് ചെയ്യാമെന്നൊക്കെ ചെയ്തോണ്ടിരിക്കുക. വിഴുങ്ങാൻ ഭാവിക്കുക, വെളിച്ചത്തിന്റെ വേഷം ധരിക്കുക, ഭക്തനായിട്ട് അഭിനയിച്ച ആളുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ട് ഇങ്ങനെയൊക്കെ പിശാച് ചെയ്യും. അപ്പോ അവൻ തോറ്റവനാണെന്നുള്ളത് സത്യം. അവന് പവറുണ്ടെന്നുള്ളത് സത്യം. അവന് പവർ പോയിട്ടില്ല. ഇപ്പോഴും അവന് പവറുണ്ട്. അവൻ ഇപ്പോഴും ഈ പറഞ്ഞ കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് വേദപുസ്തകത്തിലെ കൺഫ്യൂഷനുള്ള സബ്ജക്റ്റാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പൊ മനസ്സിലായല്ലോ. തോറ്റെന്നൊരിടത്ത്, ശക്തി ഉണ്ടെന്നൊരിടത്ത്, അവനെ പേടിക്കരുതെന്നൊരിടത്ത്, അവനെ സൂക്ഷിക്കണമെന്നൊരിടത്ത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇടയിൽ ഒരു തിയോളജി മനസ്സിലാക്കിയാലേ ജയജീവിതം നയിക്കാൻ പറ്റൂ. ജയം ജയം ഹല്ലേലൂയ,
ജയം ജയം എപ്പോഴും ജയം ജയം. കരങ്ങളടിച്ച് യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ഓ ശത്രുഗണമൊന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണമൊന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിന്റെ താൻ വാദിച്ചു. പാപത്തെയും രോഗത്തെയും ക്രൂശിന്റെ താൻ വാദിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. വാദ്യഘോഷങ്ങളോടുന്ന ജയത്തിന്റെ പാട്ടുകൾ. വാദ്യഘോഷങ്ങളോടുന്ന ജയത്തിന്റെ പാട്ടുകൾ ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാസഭയിൽ. ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാസഭയിൽ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണമൊന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണം വിശ്വാസത്തോടെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലേ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണമൊന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണമൊന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. ഓ ശത്രുഗണമൊന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണമൊന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. ശത്രുഗണമൊന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണമൊന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഫലിക്കയില്ലിനിമേൽ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലേ. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ചു. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം നിറഞ്ഞു. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ഒന്നിച്ച് രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു.
യേശുനാഥ നാമത്തിനു ജയം ജയമെപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയമെപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയമെപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയമെപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയമെപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയമെപ്പോഴും ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ആമേ ഹല്ലേലൂയ 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 ആമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ആമേ ഹല്ലേലൂയ 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 ആമേ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുൻപിലായി തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുൻപിലായി നായകന ഉള്ളതീന ജയം ജയം നിശ്ചയം നായകന ഉള്ളതീന ജയം ജയം നിശ്ചയം തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുൻപിലായി തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുൻപിലായി നായകന ഉള്ളതീന ജയം ജയം നിശ്ചയം നായകന ഉള്ളതീന ജയം ജയം നിശ്ചയം ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും ഓ യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും രക്തം കൊണ്ട് മുദ്രയിടാം രക്തജന ഒന്നിച്ച് രക്തം കൊണ്ട് മുദ്രയിടാം രക്തജന ഒന്നിച്ച് താങ്കളങ്ങൾ കൂടിടുമ്പോൾ ഭൂതലം നിറയ്ക്കൂലേ താങ്കളങ്ങൾ കൂടിടുമ്പോൾ ഭൂതലം നിറയ്ക്കൂലേ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും 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 യേശുനാഥ നാമത്തിൽ 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 ജയം
ദൈവശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ജയം ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ പറ്റും. ദൈവശക്തി നിങ്ങളുടെ ശരീരത്തിൽ വരുമ്പോൾ, ദൈവശക്തി നിങ്ങളുടെ ആത്മാവിലേക്ക് വരുമ്പോൾ, അത് നിങ്ങളിൽ ഒരു ദൈവശക്തി കരണ്ട് പോലെ വ്യാപരിക്കുമ്പോൾ ആ ജയം നിങ്ങൾക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇരിക്കാം. ഹല്ലേലൂയ. ഇവിടെ ജയം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ജയം നമ്മൾ സ്വന്തമാക്കണം, അനുഭവമാക്കണം. ഏലിയാവ് ക്ഷണിച്ചുപോയി, മോശ ക്ഷണിച്ചുപോയി, യിരെമ്യാവ് ക്ഷണിച്ചുപോയി. ആരെ ക്ഷണിക്കാത്ത? മോശ ക്ഷണിച്ചു. ചർച്ച് മിനിസ്ട്രിയിൽ മോശ തളർന്നു. ഞാൻ ഈ ജനത്തെ എല്ലാം പ്രസവിച്ചതാണോ ദൈവത്തോട് ചോദിക്കേണ്ടി വന്നു. പക്ഷെ ദൈവം അവനെ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുകയല്ല. ക്രിക്കറ്റ് കോർട്ടിൽ നിൽക്കുന്ന റഫറി എന്നാണോ അവനെ പറയും? അമ്പയർ പിള്ളേർക്കൊക്കെ അറിയപ്പെടുന്നു. അമ്പയർ നമ്മളെ ജയിപ്പിക്കാനും അല്ലതിക്കും, തോൽപ്പിക്കാനും അല്ലതിക്കും. തോറ്റെന്ന് പറയാൻ 6 അടിച്ചാൽ പുള്ളി കൈ കൊണ്ട് കാണിക്കും 6, 4 അടിച്ചാൽ 4. ഇതുപോലെ പരിശുദ്ധാത്മാവ് അമ്പയർ അല്ല, നിന്നെ ജയിപ്പിക്കാൻ, നിന്നെ മാത്രം ജയിപ്പിക്കാൻ വേണ്ടി അവനിക്കുക. ആ മർമ്മം തിരിച്ചറിയണം. നമ്മൾ തോറ്റു ഔട്ട് എന്ന് പറയാൻ നിൽക്കുകയല്ല, നിന്നെ എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ ജയിപ്പിക്കണമെന്ന് നിർബന്ധമാണ്. ഞാൻ തുറന്നു പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഒരു കുറവ് വന്നാൽ പോലും നിന്നെ ജയിപ്പിച്ച് പോകുമെന്ന് പറഞ്ഞ് വന്നിരിക്കുക. അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമി വന്നത് നിന്നെ തോപ്പിച്ച് ഇത്ര പേര് തോറ്റെന്ന് റിപ്പോർട്ട് കൊടുക്കാനല്ല, നിന്നെ പാസാക്കി സ്വർഗത്തിൽ മണവാളന്റെ മുമ്പിൽ എത്തിക്കാനാവുമെന്ന്. നിങ്ങൾക്ക് അതിന്റെ മർമ്മം മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാക്കി കരകൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ തോൽവി വന്നു കഴിയുമോ, പിതാവേ ബാബുചെറിയ തോറ്റു എന്ന് എഴുതി കൊടുക്കാനല്ല ഹോളി സ്പിരിറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നോട് പേഴ്സണലായിട്ട് പറയും, നിനക്ക് തോൽവിയുണ്ട്, ഇങ്ങനെ പോയാൽ നീ അവിടെ എത്തത്തില്ല, നീ സമർപ്പിക്കുക, ഞാൻ നിന്നെ സഹായിക്കാം, നിന്നെ ഞാൻ ജയിപ്പിക്കാം, ജയിപ്പിച്ചേ അടങ്ങും. ഇത് സത്യം സത്യം സത്യം. ഒറ്റയാളെ തോപ്പിച്ചിട്ട് പോകുന്ന പദ്ധതി അല്ലിത്. നിനക്ക് ജയം തരും നമ്മുടെ കർത്താവായ യേശു മൂലം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ തോറ്റ അടങ്ങൂ എന്ന് വല്ലതും തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ വന്നല്ലാത്ത വന്നിരിക്കുമോ? ഇല്ല. എനിക്ക് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് ജയിക്കണം. ആമേ. നിന്നെ ജയിപ്പിക്കാമെന്ന് കർത്താവ് ഉറപ്പ് പറയാം. പിന്നെ മനസ്സിലാക്കേണ്ട സത്യങ്ങൾ മനസ്സിലാക്കി സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറായ ജയം നമ്മുടെ സ്വന്തമാണ്. നമ്മൾ തോപ്പിക്കുകയില്ല. രോഗം വരും, ദുഃഖം വരും, നിരാശ വരും, സങ്കടം വരും, സാമ്പത്തിക ക്ലേശം വരും, പ്രശ്നങ്ങൾ വരും. പക്ഷെ തോക്കുകയില്ല. എഴുന്നേക്കാൻ മേലെ തളർന്നു കിടക്കുകയാണെങ്കിൽ തോക്കുകയില്ല. അവിടുന്ന് ജയിപ്പിക്കാൻ, അവിടുന്ന് എഴുന്നേൽപ്പിക്കാൻ ഒരു സെക്കൻഡ് പോലെ, ഒരു ദൈവശക്തി, ഒരു കാറ്റിന്റെ മേൽ അടിച്ചാൽ പോലെ നീ ചാടി എഴുന്നേൽക്കും. പിശാച് മാറി നിൽക്കും. നിനക്കജയ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ദൈവവൈതലെ നിനക്ക് തുല്യൻ ആരും. നീ തോക്കാൻ വേണ്ടി ജനിച്ചവനല്ല, നീ ജയിക്കാൻ വേണ്ടി ജനിച്ചവനാ. നിന്നെ ജയിപ്പിക്കാൻ എന്തെല്ലാം പവറുണ്ടെന്നറിയോ? നിന്നെ ജയിപ്പിക്കാൻ ദൈവത്തിന്റെ വചനമുണ്ട്, നിന്നെ ജയിപ്പിക്കാൻ യേശുവിന്റെ രക്തമുണ്ട്, നിന്നെ ജയിപ്പിക്കാൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ കൂടെയുണ്ട്, നിന്നെ ജയിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നിന്റെ ചുറ്റുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റോമർ 15 തന്നെ, റോമറിൽ തന്നെ ഈ വേഗത്തിൽ സാത്താനെ കാലിന് കീഴെയാക്കാനായിട്ട് ഒരു 7 കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് പറയുമ്പം ഇന്നലെ നിർത്തിയ സമയത്ത് നിൽക്കുകയില്ല, ഇച്ചിരി മുമ്പോട്ട്.
നമുക്ക് നോക്കാം. 1 റോമർ 15:4. 15:4 റോമർ. എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. മതി. എന്ത് മനസ്സിലായി? തിരുവചനത്താൽ ഉളവാകുന്ന സ്ഥിരത, ആശ്വാസം, പ്രത്യാശ. വചനത്താൽ സ്ഥിരത ഉണ്ടാകും. സ്ഥിരത ഉണ്ടായാൽ ആശ്വാസം ഉണ്ടാവും. ആശ്വാസം ഉണ്ടായാൽ പ്രത്യാശ ഉണ്ടാവും. ഇതിനു മുമ്പ് ഈ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. ഓരോ സമയത്ത് ഓരോ വചനം നമ്മൾ ഓർപ്പിക്കുക. തിരുവചനത്താൽ, തിരുവെഴുത്തിനാൽ ഉളവാകുന്ന സ്ഥിരത. ആ സ്ഥിരത ഉണ്ടായാൽ ആശ്വാസമുണ്ടോ? എല്ലാ വിഷമങ്ങളുടെ അടിവിലും എന്തുണ്ടാവും? ഭയങ്കര ആശ്വാസം, ഭയങ്കര കംഫർട്ടാണ്. വചനം, ആ സ്ഥിരമായി വചനത്തിന്റെ ആ ബോധ്യം അകത്തുള്ളവന് രോഗവും കഷ്ടവും മാർക്കുറവ് തോൽവിയും ഒക്കെ ഉണ്ടെങ്കിലും ആശ്വാസത്തിനിടെ വചനത്തിന്റെ സ്ഥിരതയുള്ളവൻ, വചനത്തിൽ നിൽക്കുന്നവൻ, വചനത്തിൽ ഉറച്ചവൻ, അവന് കംഫർട്ട് ലഭിക്കും, അവന് ആശ്വാസം ലഭിക്കും. അതിൽ രണ്ടും ഉണ്ടെങ്കിൽ ഹോപ്പ് ഉണ്ടാവും, പ്രതീക്ഷ ഉണ്ടാവും. പ്രതീക്ഷ നശിച്ചു പോയാൽ തീർന്നില്ലേ? അപ്പൊ പ്രത്യാശ ഉണ്ടാവും. അപ്പൊ എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: വചനത്താൽ ബലപ്പെടുക. ദൈവം ആ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴാക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? വചനത്തിൽ ബലപ്പെടും. അതാ ഒന്നാമത്തേത് പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ പറഞ്ഞു വന്നേച്ചാൽ ഒടുവിൽ പറഞ്ഞ് വേഗത്തിൽ കീഴടക്കും. അപ്പൊ വചനത്താൽ ഒരു സ്ഥിരത വേണം പ്രിയപ്പെട്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതെ, ഇളകാതെ, ചില കാര്യങ്ങളിൽ ഒരു അടിസ്ഥാനം ഉറയ്ക്കണം. വചനത്താൽ ഉളവാകുന്ന സ്ഥിരത. വചനത്താൽ ബലപ്പെടുന്നതിനെ കുറിച്ച് എത്രയോ വാക്യങ്ങൾ വേണം. യിരെമ്യാ പ്രവചനം 15:16 പെട്ടെന്ന് വായിക്കാവോ? വേണ്ട, നമുക്കങ്ങ് അറിയാം. ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കും. കിട്ടിയോ ജോജി പാസ്റ്റർ? യിരെമ്യാ 15:16. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. അങ്ങനെയുള്ളവനെ പിശാച് തോന്നിക്കത്തില്ല. അങ്ങനെയുള്ളവർ പിശാചിന്റെ മേൽ ജയമെടുക്കും. വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചു. ഭക്ഷണം ഇന്നിപ്പോൾ കൈ വഹിക്കുന്നില്ല. ഇന്ന് രാവിലെ കഴിച്ചവരടുത്ത് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ ഉപസിച്ചവരാരോ ഉപസിക്കാത്തവരാന്നൊരു പ്രശ്നം വരും. അവിടെ കൈ വെക്കണ്ട. ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കേണ്ടതാണോ? പേടിക്കണ്ട. അതെ, ദിവസത്തിൽ എത്ര നേരം കഴിക്കണം? കുറഞ്ഞത് 3 നേരം അല്ലേ? അങ്ങനെയാണ് വചനം. ഞായറാഴ്ച മാത്രം? അതാ പ്രശ്നം. ഒരു നേരം കഴിക്കണ്ടേ? അത് കണ്ടെത്തി ഭക്ഷിക്കണ്ടേ? ഇപ്പൊ സമയം എടുക്കില്ലേ? വചനത്തിന് മുമ്പിൽ ഇച്ചിരി സമയം എടുക്കണമെന്ന് ഒന്ന് സമ്മതിക്കാവോ? അങ്ങനെ അത് സത്യമാണെങ്കിൽ അല്ലേ പറഞ്ഞാണ്. സാത്താന്റെ മേൽ ജയം കിട്ടണമെങ്കിൽ വചനത്തിന്റെ മുൻപിൽ അല്പസമയം എല്ലാ ദിവസവും എടുക്കും. വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഞാനങ്ങ് പറയും. വ്യാഖ്യാനം ഒന്നും ആധികാരികമല്ലല്ലോ, എന്നാൽ ഞാനങ്ങ് പറയാം. എനിക്കത് ഫുഡായി തീരുന്ന വരെ ഞാൻ വായിക്കും. ഞാനിപ്പോൾ ഇതിലെ നടക്കും. ഈ മണ്ണ് ഞാൻ തിന്നുകയല്ല, ഈ കപ്പയുടെ ഇല തിന്നത്തില്ല, പക്ഷെ അതിന്റെ കിഴങ്ങ് കിട്ടി എന്ത് ചെയ്യും? അപ്പൊ കണ്ടെത്തി ഭക്ഷിക്കും. വായിക്കുന്നതെല്ലാം എനിക്ക് അന്നത്തെ ഫുഡ് ആകണമെന്നില്ല. പക്ഷെ എനിക്ക് എന്നെ ഫീഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം? ശരിയാണോ ഞാൻ പറഞ്ഞത്? എന്റെ ബോധ്യം അതാ. ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി. അപ്പൊ നിനക്ക് ഫീഡ് ചെയ്യപ്പെടുന്നത് വരെ, നീ അകത്ത് ബലപ്പെടുന്നത് വരെ ദൈവം എന്നെ ടച്ച് ചെയ്തു. എനിക്ക് ഒരു ബലം കിട്ടിയെന്ന് അകത്ത് ഫീൽ ചെയ്യുന്നവരെ വായിക്കണമെന്നേ. അയ്യോ, അങ്ങനെ ടെലഫോൺ വരുമല്ലോ. ഈ ടെലഫോണാണ് നമ്മുടെ ശത്രു.
ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ ഗുണം? വല്ലവർക്കും ഇല്ല ഗുണം. നിങ്ങൾ കാശ് കൊടുക്കുന്നു. ഇത് വല്ലപ്പോഴൊക്കെ ഓഫ് ചെയ്യേ. ദിവസം വായിക്കാനിരിക്കുമ്പോൾ ഇവനെ ഒരു 1/2 മൈൽ ദൂരെ കൊണ്ടുപോയി. മിസ് കോൾ വരുമ്പോൾ നമുക്ക് തിരിച്ചു വിളിക്കാമല്ലോ. സൈലന്റൊക്കെ അവിടെ പോയി. കുറെ പേരെ അംഗീകരിക്കുള്ളൂ എനിക്കറിയാം. കാർട്ടൂമേഴ്സ് അവർക്കൂടെ ബെല്ലടിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോ ഒരു കലക്ടർമാരാണെന്നറിയോ നമ്മുടെ കൂടെ സഹായത്തിനിരിക്കുന്നു. കലക്ടർക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി, കാരണം എപ്പോഴും കോൾ വരിക. പിന്നെ സർജൻ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കും പറ്റത്തില്ല. എത്ര പേരാ നമ്മുടെ ഇടയിലുള്ളത്? ചുമ്മാ വെറുതെ ജാട കാണിക്കുന്നു. പറഞ്ഞ ഇപ്പൊ ഈ കാലത്തൊക്കെ പറഞ്ഞ ആളുകൾ പെടണം. പക്ഷെ അതിൽ പറയണ്ടേ, വെറുതെ ഒരു ആവശ്യത്തിനുമല്ല, ചുമ്മാ ഇതൊക്കെ ചെയ്തിട്ടാണ് ഇതിലും വെച്ചോണ്ടിരിക്കുന്നത്. ഇവരാരാ ഇതിന് മാത്രം ബിസി? എന്റെ ഒരു വണ്ടി ഓടിക്കാൻ ഒരു പയ്യൻ വന്നു. ആ പയ്യനെ നിങ്ങൾ അന്വേഷിക്കേണ്ട. ഇവിടെയുള്ള പിള്ളേർ ആരുമല്ല. നല്ല കൊച്ചനാണ്. നിങ്ങൾ ഇവിടെയുള്ള പിള്ളേരെ ഇരിക്കാൻ വേണ്ടി പറയണം. 6 അടി പൊക്കോളൂ ഒരു പയ്യൻ. ജോയിലല്ല കേട്ടോ, ജോയിൽ 6 ഉള്ള കാര്യം ഉള്ള പോലെ പറയണോ. അല്ലെങ്കിൽ ജോലി വണ്ടി ഓടിക്കാൻ വന്നിട്ടില്ലല്ലോ. അവന് കുറെ നാളെൻ്റെ കൂടെ താമസിച്ച് വണ്ടി ഓടിക്കുക. ഇവനെ ഒറ്റ കൈയുണ്ടോ വണ്ടി ഓടിക്കുന്നു? ഫുൾ ടൈം ഫോണാ. ഒരു കൈയുണ്ടോ ഓടിക്കുന്നു? ഞാൻ ഇവിടുന്ന് മുഴക്കണം നമ്മുടെ കുര്യൻ സാറിന്റെ പടി വരെയും വിളിക്കുന്നു. ഞാൻ കണ്ടു ഇവിടുന്ന് തോട്ടഭാഗത്തുനിന്ന്. ഞാൻ പറഞ്ഞു, മോനെ വണ്ടി ഒന്ന് നിർത്തിക്കുക, സൈഡിലോട്ട് നിർത്തി. ആ നീ ഒന്ന് ന്യൂട്രലാക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഇപ്പുറത്തെ വരുന്ന ഞാൻ വണ്ടി ഓടിക്കാം. നിന്റെ എത്ര തിരക്കരിക്കില്ല. അവൻ അതും മനസ്സിലായില്ല. അവൻ പെട്ടെന്നില്ലേ, അവൻ വേറെ